ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിൻ്റെ ദേശീയതയെയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ, അതിനൊരു പോറൽ പോലും ഉണ്ടാകാതെ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് മാത്രമാണോ ബാധ്യത? ഈ രാജ്യത്തെ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധ്യതയുള്ള ഒരു വിഷയമല്ലേ രാജ്യ സ്ഥിരത? അപ്പൊ ഈ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വരതയെ സംരക്ഷിക്കുക എന്നത്, പിടിച്ചു നിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് RSSകാർ വെച്ചിരുന്ന ഫ്ലെക്സിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം അവർ കുത്തിക്കീറി. അതും മദ്രസാധാരികളായ 3 കുട്ടികൾ. ഇവന്മാര് നാളെ പഠിച്ച് വളർന്നു വലുതായി ഒരു ബില്ലാദനോ, അതല്ലെങ്കിൽ ഒരു ഇബ്രാഹിം ബാഗ്ദാദിയോ, ഒരു അജ്മൽ കസബോ ഒക്കെ ആകില്ല എന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? എന്താണ് ആ ഉറപ്പിന്റെ മാനദണ്ഡം? ഈ മദ്രസ തലം മുതലേ അന്യമത വിരോധവും രാജ്യവിരുദ്ധതകളുമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വിനീഷിലേക്ക് എത്താം. വിനീഷ്, പൂന്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? FIR ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വകുപ്പുകൾ ഇതൊക്കെയാണ്. നിലവിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു, മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചു, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ FIR ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മതവിദ്വേഷവും വർഗീയ സംഘർഷവും സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ഒരു തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച നടന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു, CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമുക്കിത് വിശ്വാസയോഗ്യമായത്? അല്ല, ആരെങ്കിലും ദൃക്സാക്ഷികളായി കണ്ടിട്ട് പറഞ്ഞതായിരുന്നെങ്കിൽ, അവിടെ അങ്ങനെ ഒരു CCTV ദൃശ്യം ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്തു പറയും? മുസ്ലിങ്ങളോടുള്ള വൈരാഗ്യം വെച്ചിട്ട് ഹിന്ദുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചെന്നല്ലേ പറയൂ. അതിനകത്തും വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് ലാഭം കൊയ്യാനല്ലേ ബിസിനസ്സുകാരായിട്ടുള്ള ഈ മതരാഷ്ട്രീയ മേലാളന്മാര് ശ്രമിക്കൂ. ഇപ്പോൾ ജൂതന്റെ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ 3 കുട്ടികളുടെയും ചിത്രമടക്കം ലഭിച്ചു. ഇത് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് വിഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ എത്ര പേര് പ്രതികരിച്ചു? ഒന്നുകൂടെ മറന്നട അല്ലേ? കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. എത്ര പേര് പ്രതികരിച്ചു? അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയും നിർബന്ധമായ മതപരിവർത്തനത്തിനെതിരെയും ഒക്കെ സംസാരിക്കുമ്പോൾ ചില ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചോദിക്കുന്നതാണ്, അതിനിപ്പോൾ നിങ്ങൾ ഒരാളോ 2 പേരോ സംസാരിച്ചാൽ ഇതിന് ശമനമുണ്ടാകുമോ? എന്തേ നിങ്ങളുടെ നാവ് ഊട്ടിക്ക് ടൂർ പോയേക്കോണം? നിങ്ങൾക്ക് പ്രതികരിക്കാനൊന്നുമില്ലേ? എന്നിട്ട് എന്നോട് ചില വിഷയങ്ങളുടെ ലിങ്ക് ഇങ്ങനെ ഇട്ട് തന്നിട്ട് നിങ്ങൾ ഈ വിഷയം പ്രതികരിക്കണേ നിങ്ങൾ എന്തിനാ നിങ്ങൾക്കുള്ള ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നത്? എന്നെപ്പോലെ തന്നെ തത്തുല്യമായ ബാധ്യതകളാണ് ഈ രാജ്യത്തോട് നിങ്ങൾക്കുമുള്ളത്. എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? വലിയ സെലിബ്രിറ്റികൾ മാത്രമേ ഫേസ്ബുക്കിലൂടെ എഴുതിയും ചാനലുകളിൽ വന്നും യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? നിങ്ങൾക്ക് ഈ രാജ്യത്തോട് യാതൊരു കൂറും പ്രതിബദ്ധതയുമില്ലേ? ഒരു ബാധ്യതയുമില്ലേ? അപ്പൊ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ആ കുട്ടിക്കാലൻ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ശബ്ദിക്കാതിരുന്ന ആളുകൾ, പൂഞ്ഞാറ് കുർബാന നടക്കുന്ന സമയത്ത് പള്ളിമേടയിലേക്ക് 2 വീലറും കാറുകളും ഒക്കെയായി ഇരച്ചു കയറിയ ആ 10 പേരുണ്ടല്ലോ, പ്രായപൂർത്തിയാകാത്ത 10 പേർ, മറ്റ് 13 പേര് പ്രായപൂർത്തിയായവരായിരുന്നു. അവരെ സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എത്ര പേര് പ്രതികരിച്ചു? ഇപ്പോഴിതാ വഖഫ് വിഷയം നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ തൊടയിൽ നുള്ളിയാലേ നമുക്ക് വേദനിക്കൂ എന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? പരിശോധിച്ചതിന് ശേഷം തന്നെ ഇവർ എവിടെ നിന്ന് ഉള്ളവരാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പൂന്തുറ പോലീസിന് ലഭിച്ചു. പക്ഷേ പോലീസ് മറ്റു നടപടികളിലേക്ക് പോകാതെ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും പോലീസിന് എന്താണ് ഈ വിഷയത്തിൽ ഇത്രമാത്രം താല്പര്യം? ഈ കാക്കാമാരെ രക്ഷപ്പെടുത്തണം,
കാക്കാ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നത് എന്തിനാണ്? ഇത് തന്നെയല്ലേ പൂഞ്ഞാറ് വിഷയത്തിലും നടന്നത്? ആ പ്രായപൂർത്തിയാകാത്ത 10 കുട്ടിക്കാലന്മാരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാനോ മാധ്യമങ്ങൾക്ക് നൽകാനോ പോലീസ് തയ്യാറാകാത്തതിന് പിന്നിൽ പോലീസും ഇത്തരം കപാലികരെ സംരക്ഷിക്കുവാണോ? ഇസ്ലാം മതവിശ്വാസികളോട് ആർക്കും ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഇവര് ധരിച്ചിരുന്നത് ഇസ്ലാം മത വസ്ത്രധാരണമായിരുന്നു. സുന്നി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരും പഠിച്ചവരും ഒക്കെ ധരിക്കുന്ന വേഷമായിരുന്നു. ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ, ജനം ടിവിക്ക് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രാത്രിയുടെ മറവിലായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ അതിക്രമം. ഭാരതാംബയുടെ ചിത്രം അത് ഫ്ലക്സ് ബോർഡായി വെച്ചിരുന്നപ്പോൾ അതാണ് വികൃതമാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വികൃതമാക്കിയത് ഈ വിദ്യാർത്ഥികൾ. അതിൽ ശ്രദ്ധേയമായത് ഇവരുടെ വേഷമാണ്. കാരണം മതപഠന വിദ്യാർത്ഥികളുടേത് എന്നുള്ള പോലുള്ള വേഷം ഇവർ ധരിച്ചിരുന്നു. വിദ്യാർത്ഥികൾ എന്ന് വ്യക്തം യുവാക്കളാണ്. വിനീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? നിലവിൽ ഞായറാഴ്ചയാണ് ഈ സംഭവം, ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂന്തുറ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വേഷധാരികളായ വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേഷധാരികളായ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ എത്തി. നമുക്ക് അവരുടെ പെരുമാറ്റവും ഭാവവും അവരുടെ ശരീരഭാഷയും കാണുമ്പോഴാണ് അവർ വിദ്യാർത്ഥികളാണ് എന്ന തരത്തിൽ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വേഷധാരികളായ എത്തിയ വിദ്യാർത്ഥികളാണ് ആറ്റുകാൽ പ്രദേശത്ത് RSSന്റെ പ്രാദേശിക പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ദൃശ്യങ്ങൾ, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് നിലവിൽ തകർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡ് കുത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ പദ്ധതിയോടുകൂടി, കൃത്യമായ പ്ലാനോടുകൂടി ഈ വിദ്യാർത്ഥികൾ എത്തുന്നു, അർദ്ധരാത്രി എത്തുന്നു. റോഡിന്റെ ഇരുവശത്തും ഇവർ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചതിന് ശേഷം തന്നെ അവർ കൃത്യമായ ഒരു പദ്ധതി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു റോഡിന്റെ ഒരു സൈഡും മറ്റൊരു റോഡിന്റെ മറുവശത്ത് നിന്ന് മറ്റാരും വരുന്നില്ല, മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന കൃത്യമായ ധാരണ ഈ കുത്തിക്കീറാൻ, അല്ലെങ്കിൽ ഈ ഫ്ലെക്സിന്റെ ഭാരതാംബയുടെ മുഖം വികൃതമാക്കാനായി എത്തിയ വ്യക്തിക്ക് നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥി അത് ഭാരതാംബ നല്ല രൂപത്തിൽ ഹോംവർക്കുകൾ ചെയ്തിട്ട് ഒരു പ്രീ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇവരെ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, തിരുവനന്തപുരം ആറ്റുകാലിൽ ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ ചേർന്ന് വികൃതമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. ഈ ഭാരതാംബയോട് എന്തിനാണ് ഈ വെറി എന്നുള്ളതാണ്. ഇവിടെ നമുക്കത് ഇങ്ങനെ ഒരു വാർത്ത കാണാം, പ്രതീക്ഷിച്ചിരിക്കുന്ന വാർത്തകൾ ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒക്കെ വാക്കുകൾ പോലെ ഇത് കേരളമാണ് എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസം, ഒരു ആശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയിരുന്നതായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ വളരെ ദുഃഖമാണോ, ഭയമാണോ, ആശങ്കയാണോ തോന്നുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം വിദ്യാർത്ഥികളാണ് അവര്. ആ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യണമെങ്കിൽ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് നോക്കണം. അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം തീർച്ചയായും അവരുടെ മതപഠനമാണ്. ആ കൃത്യമായ മതവേഷത്തോട് കൂടിയിട്ടുള്ളവരാണ്, അത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ അവരെ നയിച്ചത് മതപഠനമാണ്. നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചില വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത് വളരെ ഗൗരവമായ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹലാല്. അതേപോലെ തന്നെ ഇപ്പൊ വഖഫ്. ഇതേപോലെ ഗൗരവം കൊടുത്തുകൊണ്ട് ഈ മതപഠനത്തെ വളരെ കാര്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു സമയം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഈ മനസ്സുമായി വളർന്നു വരുന്ന ഈ കുട്ടികൾ നാളെ ഈ രാഷ്ട്രത്തോട് എന്തായിരിക്കും ചെയ്യുക? അവരോടൊപ്പം താമസിക്കുന്ന ഇവരെ മതസ്ഥരോട് എന്തായിരിക്കും ചെയ്യുക? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രൈമറി ടീച്ചർ ആയിരുന്ന ആദ്യകാലത്ത് എന്നെ വളരെ സ്നേഹമുള്ള ഒരു കുട്ടി, എന്നെ നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടി എന്നോട് വളരെ വിഷമത്തോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ എന്തിനാ ഈ മതത്തിൽ ജനിച്ചത്? അതുകൊണ്ട് എന്താ കുഴപ്പം കുട്ടി വെച്ചു? അല്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, അതാ എന്റെ വിഷമം. അതൊരു ചെറിയ കുട്ടി, 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിഷമം അവന്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കരുത് അങ്ങനെ ഒരു വേറിട്ടൊരു ചിന്താഗതി. ഈ ചിന്താഗതിയുമായി വളർന്നു വരുന്ന കുട്ടികൾ ഈ രാഷ്ട്രത്തിനും ഇവിടെയുള്ള പൊതുജീവിതത്തിലൊക്കെ എത്രമാത്രം അപകടമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇപ്പൊ ഇത് നമ്മുടെ കണ്ണുപെട്ടവല്ല, കണ്ണുപെടാത്ത എത്രയുണ്ടായിരിക്കും, ധാരാളം നടക്കുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ഖുർആൻ ബ്രാക്കറ്റുകളില്ലാതെ, വക്രീകരിക്കാതെ, വിശദീകരിക്കാതെ, പെയിന്റ് അടിക്കാതെ ഇവരിത് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ നമ്മളെ ഇതിന് അനുവദിക്കണം, നമ്മൾ പഠിപ്പിക്കാം. എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവികത എന്താണ്? ഖുർആനിലെ മതേതരത്വം, ദേശീയത, ജനാധിപത്യം, ഈ ബോധത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കാം ജനങ്ങളെ. നന്ദി.